ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടിയുടെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അതിൻ്റെ ഓയിൽ സീൽ ഇതാണ് അതിൻ്റെ ഓയിൽ സീൽ. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മൊത്തത്തിൽ അഴിച്ചാലാണ് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനത് അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ കണക്കാക്കി വെച്ചേക്കാണ്. ഗ്യാസ്കറ്റൊക്കെ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബെയറിങ്ങും ഓയിൽ സീലും മാറ്റിയടിക്കണം നമുക്ക്. അതേപോലെ തന്നെ ആ മാറ്റിയടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടത്തിൽ കൂടെ ബെയറിങ്ങും ഓയിൽ സീൽ വരുന്നുണ്ട്, ഗ്യാസ്കറ്റ് വരും, അതിൻ്റെ ബ്രീത്തർ പൈപ്പ്, ഈ വന്ന പൈപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഗിയർ ഓയിലൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ സമയം കൂടി നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലേബർ ചാർജിലൊക്കെ വ്യത്യാസം വന്നതിൻ്റെ ഒരു റീസൺ. അപ്പോൾ ഞാനത് അയച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. അതേപോലെ തന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഡ്രമ്മ് നമുക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ലെയ്ത്തിൽ കൊടുത്തിട്ട് കറക്റ്റായിട്ട് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പോളിഷ് ചെയ്ത് കൊണ്ടുവന്നേക്കണുണ്ടോ, അത് ക്ലിയർ ചെയ്തിട്ട് പക്കയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ആ ബെയറിങ്ങും മാറ്റി ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റി ബ്രേക്ക് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും പക്ക നമുക്ക് നല്ല സ്മൂത്ത് ബ്രേക്കിലേക്ക് എത്തും. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ഒരു ചെറിയ നമ്മളിപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊന്നും ഫ്രണ്ടിൽ ഉപയോഗിക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചതച്ചിൽ കാണിക്കും എന്തേലും കേട്ടോ. അത് കുറച്ച് ഓടിക്കുമ്പോൾ ആ ഹബിനോട് ആ ലൈനർ മാച്ച് ആയിക്കോളും, അപ്പോഴാണ് അത് കുറയുള്ളൂ. അപ്പോൾ അത് വീല് കറക്കി ചിലപ്പോൾ ഫ്രീ ആയിട്ട് കറങ്ങിയെന്ന് വരില്ല. ആ ബ്രേക്ക് ആ തേമാനം ഉള്ളത് കൊണ്ട് അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അത് കുറച്ച് ഓടിക്കുമ്പോൾ റെഡി ആയിക്കോളും. ഓക്കെ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് വിളിച്ചോളാം.